മലയാളികൾ ഒരുപാട് കാലമായിട്ട് OTT റിലീസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മലയാളം ത്രില്ലർ മൂവിയാണ് ഉടൽ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ ഇന്നലെ രാത്രി പിന്നെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കണ്ടതാണ്. ഒന്നുകൂടി OTT റിലീസ് ചെയ്തപ്പോൾ ഒന്നുകൂടി കണ്ടു. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഈ സിനിമ. രതീഷ് രഘുനന്ദനാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ്. 2022 മെയ്യിൽ റിലീസ് ചെയ്ത സിനിമയാണ്. ഇത്രയും വർഷമായിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി ഈ ഒരു സിനിമ പിന്നെ നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയ ഒരുപാട് പേരുണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും പറയാതെ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കേണ്ട ഒരു സിനിമ കൂടിയായിരുന്നത്. പക്ഷേ ഒരു ASR ടിക്കറ്റ് എന്നുള്ള ആ ഒരു ലെവൽ വന്നതുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് എന്താ പറയുക കൂടുതൽ ആൾക്കാർ കയറി വലിയൊരു വിജയമാണ്, പക്ഷേ വലിയൊരു വിജയം കരസ്ഥമാക്കാതെ പോയത്. അപ്പോൾ ഈ ASR ടിക്കറ്റ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വയലൻസ് ആയിരുന്നു, ചോരക്കളിയായിരുന്നു. അതുകൊണ്ടാണ് ASR ടിക്കറ്റും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഈ സിനിമയിൽ ഇന്ദ്രൻസ്, ദുർഗാകൃഷ്ണ, പിന്നെ ധ്യാൻ ശ്രീനിവാസ ഈ 3 കഥാപാത്രങ്ങളാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഈ 3 കഥാപാത്രങ്ങളെ വെച്ച് ഗംഭീരമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു തിരക്കഥ എന്നുള്ളതാണ്. കിടിലായി ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെയും വലിയ ബോറടി ഒന്നും ഇല്ലാതെ പിന്നെ ഫസ്റ്റ് മുതൽ അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. തിയേറ്ററിൽ നമുക്ക് എല്ലാം എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാം. ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ. തിയേറ്ററിൽ ഈ സിനിമ മിസ്സാക്കിയവർ നഷ്ടം തന്നെ ഞാൻ പറയും. തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. OTT ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടു. OTTയിൽ എനിക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും നമുക്ക് OTT മൊബൈലോ അല്ലെങ്കിൽ ഫോൺ ഇതിലോ കമ്പ്യൂട്ടറിലോ കാണുന്ന സമയത്ത് TV-ലോ കാണുന്ന സമയത്ത് കിട്ടില്ല. അപ്പോൾ ആ ഒരു പിന്നെ ഒരു എക്സ്പീരിയൻസ് രണ്ടും ഡിഫറെൻറ്റ് തന്നെയാണ്. സംഭവം ഡിഫറെൻറ്റ് തന്നെയാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് OTT കാണുന്ന സമയത്ത് നമുക്ക് ബോറടിക്കുക നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു പ്രവണത ഉണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിൽ എനിക്ക് ആ ഒരു സ്കിപ്പ് ചെയ്ത് കളയാൻ തോന്നിയിട്ടില്ല. എല്ലാ ഫുള്ളായിട്ട് A to Z പിന്നെ ഫുള്ള് കാണാൻ തോന്നി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയിൽ എനിക്ക് വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. OTT തിയേറ്ററായിട്ട് തോന്നിയപ്പോൾ. പക്ഷേ വിഷ്വലി കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ തന്നെയായിരുന്നു ഗംഭീരം. സംഭവമൊക്കെയാണ്. പെർഫോമൻസുകളുടെ അയ്യരളിയായിരുന്നു. ദുർഗാകൃഷ്ണ ഞെട്ടിച്ച് തന്നെ പറയാം. അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവരും കണ്ടവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. ഇന്ദ്രൻസിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഈ അടുത്ത കാലത്തായി ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പൊളിയായിരുന്നു. ധ്യാൻ ശ്രീനിവാസന് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു സൈഡ് റോൾ പോലെ ഒരു കഥാപാത്രങ്ങൾ വലിയ ചാലഞ്ചിങ് ആയിട്ട് വലിയ പിന്നെ പെർഫോമൻസ് ചെയ്യാനുള്ള സംഭവങ്ങളും വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ആ 3 കഥാപാത്രങ്ങളെ വെച്ച് രതീഷ് രഘുനന്ദൻ കിടിലമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ. എന്തായാലും ക്യാമറ വർക്കും ആ രാത്രിയാണ് ഫുള്ള് കാണിക്കുന്നത്. ഏകദേശം ഇൻട്രോലിന് ശേഷം മൊത്തം കൊണ്ട് രാത്രി തന്നെയാണ്. അപ്പോൾ ഇൻട്രോയിൽ വരെ ഒരു സാധാരണ ഡ്രാമ ടൈപ്പ്, ഇൻട്രോലിന് ശേഷം ചോരക്കളിയാണ്. അതാണ് ഒരു ASR ടിക്കറ്റ് എന്നുള്ള രീതി. അന്ന് ചെറിയൊരു 1-2 സീനുകളും ഇവർ രണ്ടുള്ള പിന്നെ ധ്യാൻ ശ്രീനിവാസനും ദുർഗാകൃഷ്ണനും തമ്മിലുള്ള ചെറിയൊരു സീനും അതുകൂടാതെ കുറച്ച് ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടിയൊക്കെയാണ് ASR ടിക്കറ്റ് വന്നത്. ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളതുകൊണ്ടാണ് ASR ടിക്കറ്റിലേക്ക് മെയിനായിട്ട് പോകാൻ തന്നെ കാരണം. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത്. കിടില എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു സിനിമ. മലയാളത്തിൽ നിന്ന് നമ്മളെ ഞെട്ടിച്ച ഒരു സിനിമയാണ്. എന്നെ മലയാളത്തിൽ ഇതുപോലൊരു സിനിമ ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന് ശരിക്കും പറയാതെ ഞെട്ടിച്ച സിനിമ തന്നെയാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള സിനിമകളൊക്കെ വരട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ രതീഷ് രഘുനന്ദൻ്റെ അടുത്ത സിനിമ തങ്കമണിയാണ്. വെയിറ്റിംഗ് ആണ്. ഒരു കിടിലം മേക്കിംഗ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.